ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഒരു സ്ലീപ്പ് ഓവർ വ്ളോഗാണ്. നമ്മൾ ജോയലിന്റെ വീട്ടില് സ്ലീപ്പ് ഓവറിന് വന്നേക്കണേണ്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ജോയലിന്റെ അമ്മ, അടിപൊളി കുക്കാണ്. പാസ്റ്റയൊക്കെ ഞങ്ങക്ക് ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ് ഉള്ള പാസ്റ്റയായിരുന്നു അല്ലേ? ഇത് നീയ, ഇത് അനഘ, ഇത് ജോയൽ, ഇതാണ് നോയൽ, പിന്നെ ഇതാണ് സഞ്ജന, സഞ്ജു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങള് കുറച്ചേരം മുമ്പ് എത്തിയുള്ളൂ. ഇനി നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കും. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മേക്കപ്പ് ചെയ്യാനായിട്ട് ഇവര് ഒരു അരമണിക്കൂർ മുമ്പ് തുടങ്ങിയതാണ്, കഴിഞ്ഞിട്ടില്ല. അരമണിക്കൂറാണ്, കൊറേ നേരമായി. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും. നമ്മളിപ്പോ സ്ലീപ്പ് ഓവർ ചെയ്യാൻ കാരണം നാളെ നമ്മൾ ഐവിക്ക് പോവാണ്. അപ്പൊ ചോദിക്കാം, ഐവിക്ക് പോകണതിനെ പറ്റി എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? അടിച്ചു പൊളിച്ചിട്ട് വരും. അതെ, എന്താ എക്സ്പെക്ടേഷൻസ്? എന്താ പറയാ, അടിപൊളിയായ പ്രതീക്ഷ മതി. കൊറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ പോവുകയാണെങ്കിൽ ഐവിക്ക് പോണതിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ഒന്നുമില്ല, എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ജോയലിന് ഐവിക്ക് പോണതിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാ? പഠിക്കാനാണ് പോണത്. പഠിക്കാനുള്ള കൊറേ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ് ഗുയിസ്. കൊറേ നാളത്തെ കാത്തിരിപ്പാണ് ഞങ്ങളുടെ ഒരു ഐവി സെറ്റാണല്ലോ. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് രാത്രി കറങ്ങാൻ പോവാണ് എല്ലാരും. ഹായ് ഗൈസ്, നമ്മളപ്പോ ക്ലബ് ഷവായില് മന്തി കഴിക്കാൻ പോവാണ്. രാത്രി സമയം ഒരു 8 മണി സംതിങ് ആയിട്ടുണ്ട്. 9 മണിയായി. അപ്പൊ നമ്മളിന്ന് മന്തി കഴിക്കാൻ പോണാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇത് എന്റെ ബാക്കിലിരിക്കുന്ന സഞ്ജന. അതെ, സഞ്ജു ക്യാമറാമാൻ സഞ്ജുവിന്റെ ഒപ്പം ഡ്രൈവർ റൈഡർ അലീന, അല്ലു. ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട്. കുറെ നാളെ ആഗ്രഹിക്കണം. ഇപ്പോഴാണിത് ഈ ആഗ്രഹം നടന്നത്. അതെ, ഐവിക്ക് നമ്മൾ പോകുന്നു. അതെ, എല്ലാവരും ഉണ്ട്. ഫ്രണ്ടില് നോയലും നീയുണ്ട്, അതിന്റെ ഫ്രണ്ടില് ജോയലും അനഘയുണ്ട്, ബാക്കില് ഞങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്ലബ് ഷാവയിൽ എത്തിയപ്പോ ഭയങ്കര തിരക്ക്, ഭയങ്കര ക്യൂ. ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. ക്ലബ് ഷവായ പോയപ്പോ ഭയങ്കര തിരക്ക്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു പള്ളിയോ എന്തോ ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ നമുക്ക് അവിടെ വരെ വെറുതെ ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പോവാ. അപ്പൊ പുറത്തിറങ്ങി നടക്കണേണ്. നല്ല പെട്രോളിന്റെ മണം. പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ്. ഞങ്ങളെപ്പോലെ പെട്രോളിന്റെ മണം ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ഇല്ലോ. നല്ല മണമാണ് പെട്രോളിന്റെ മണം. അങ്ങനെ നമ്മള് പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നോയല് കാണിച്ചു തന്ന പള്ളിയാട്ടോ. നീയാണ് ഈ പള്ളി ഡിസൈൻ ചെയ്ത്? ഒരു മണിക്കൂറായി ഗൈസ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. ക്ലബ് ഷവായിൽ ഭയങ്കര തിരക്ക്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഭയങ്കര തിരക്ക്. 1 മണിക്കൂറായിട്ടിരിക്കണം. അത്രയ്ക്ക് അടിപൊളി മന്തിയാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. നീ കഴിച്ചിട്ടില്ല? നീ കഴിച്ചിട്ടില്ല? ഇവള് കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ മന്തി. ഞാൻ ഫസ്റ്റ് ട്രൈ. നമുക്ക് നോക്കാം. അറ്റ് ലാസ്റ്റ് നീണ്ട 1 മണിക്കൂറത്തെ ക്യൂവിൽ നിന്ന് നമ്മൾ കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട മന്തി? ഇഷ്ടപ്പെട്ട സഞ്ജു? നോയൽ ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. മന്തി ഫുൾ കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി മന്തി. ഷവായി സൂപ്പർ ഷവായി ആയിരുന്നു. എന്റെ വയറ് നിറഞ്ഞു. ഞാൻ അതുകൊണ്ട് നിർത്തി. ഞാൻ രാവിലെ മന്തി തന്നെയാണ് കഴിച്ചത്. ഇവരിപ്പോഴും കഴിച്ചോണ്ടിരിക്കാനുണ്ട്. ഇപ്പം ഒരു പെട്രോൾ പമ്പിലാണ്. അവരൊക്കെ ചാർജ് ചെയ്യാൻ പോയി. പെട്രോൾ അടിക്കാൻ പോയി. ഞാനിവിടെ എന്റെ വണ്ടിക്ക് ചാർജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ക്യൂൻസ് വേ പോകാന്നാണ് പറയാനുള്ളത്. മന്തിയൊക്കെ കഴിച്ചിട്ട് അതിന്റെ ഹാങ് ഓവർ മാറ്റാൻ ഒരു നടത്തം. അതെ, നടന്നാലേ ശരിയാവുള്ളൂ. അന്ന് ക്യൂൻസ് വേ പോയി നമുക്ക് നടക്കാം. ബൈ, പോയിട്ട് കാണാം. എന്നിട്ട് നമ്മൾ ക്യൂൻസിലെ രാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി. 12 മണിന്ന് നമ്മൾ പിറ്റേ ദിവസമായി, അതായത് എൻ്റെ ബർത്ത്ഡേ.
ആയിരുന്നു അന്ന്. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് നടന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു മടി കാരണമാണ് കുറച്ച് വൈകിപ്പോയത് കേട്ടോ. ബർത്ത്ഡേ വിഷ് ചെയ്തത് ഒരു ഹെഡ്സെറ്റിൽ എനിക്കിങ്ങനെ പാട്ട് കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ വെച്ചു. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടാണ് അവർ വിഷ് ചെയ്തത്. ഫസ്റ്റ് തന്നെ വിഷ് ചെയ്തത് ഇവരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൂടെ കുറച്ച് നേരം ചുറ്റി നടന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണമല്ലോ. അപ്പം വല്ലാർപാടം പള്ളി പോകാം എന്ന് വിചാരിച്ച് നൈറ്റ് നമ്മൾ അങ്ങോട്ട് പോയി. ഈ പാലം ഏതാണെന്ന് വെച്ചാൽ ആ ഗ്രോസറി പാലമാണ്. ഞങ്ങൾ രാവിലെ പോയപ്പോൾ അരമണിക്കൂറൊക്കെ ബ്ലോക്കിൽ കിടന്നു. പക്ഷെ ഇപ്പോൾ നോക്ക് ഒറ്റ മനുഷ്യനില്ല രാത്രി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയും ഞങ്ങൾ പോവായിരുന്നു. പള്ളി പോവാന്ന് ഓർത്തു, പക്ഷെ കണ്ടില്ല, അടച്ചിട്ടേക്കണാണ്. ഇതാണ് അവസ്ഥ. ഞങ്ങളൊക്കെ തിരിച്ചു പോവാ. ചായ കുടിക്കാൻ വന്നേക്കാണ് രാത്രി 1 മണിക്ക്. സമയം രാത്രി 12:45, 12:45. ഞങ്ങളതേ ഇവിടെ ചായ കുടിക്കാൻ വന്നേക്കാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അതെ അതെ, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫ്രണ്ട്സിന്റെ ഒപ്പം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഞാനാണ് വണ്ടി ഓടിച്ച് നല്ല രസമായിട്ട് രാത്രി ഇങ്ങനെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ പറ്റിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നിപ്പോകും. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ചായയുടെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് തിരിച്ച് പോണ വഴിക്ക് ഈ കലൂർ പള്ളി കണ്ടപ്പോൾ അവിടെയും ചുമ്മാ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം ഇരുന്നു. രാത്രിയൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈമിലൊക്കെ പുറത്തിറങ്ങി നടക്കുന്നത്. എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ എന്താ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസൊക്കെ ഒരുങ്ങിയിരിക്കുന്നു. കേക്കൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ഞാൻ ഒരുപാട് ഹാപ്പിയായി. ഒട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല ഇങ്ങനെയൊന്നും. പിന്നെ ഇവരെനിക്കൊരു ഗിഫ്റ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാഗാണ്. ഒരു ബാഗ് വേണമെന്ന് കുറേ കാലമായി നോക്കി നടക്കണം. അപ്പോൾ ഒരു ബാഗ് തന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് പാട്ടും ഡാൻസും കലാപരിപാടികളിലോട്ടൊക്കെ കടന്നു. കാരണം വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കണമായിരുന്നു. ഒരു പിടിക്കാവലായി വരി തേടണം ഒരു ഇന്നത്തെ എങ്ങനെയുണ്ടായിരുന്നു? മറക്കില്ല. അടിപൊളിയായിരുന്നു ഗൈസ്. ചെലവ് വന്നിട്ടില്ല. ചെലവൊക്കെ ഞാൻ ചെയ്യും ഈ വീഡിയോ ഞാൻ ഇടും, പോസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ സ്ലീപ്പിംഗ് ഇല്ലാത്ത ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ സമയം 3 ഇവിടെ തൊടണ്ടേ? സോറി മൈ മിസ്റ്റേക്ക്. നമ്മൾ നൈവിക്ക് പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോ കാണാം.